ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാംകോണിൻ്റെ USB കരോക്കെ കൂടാതെ ബ്ലൂടൂത്തൊക്കെ വരുന്ന USB മൊഡ്യൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂള് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്, നമുക്കതിൻ്റെ ഓപ്ഷനുകൾ, വർക്കിംഗ് കാര്യങ്ങൾ എത്രമാത്രം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ബാസ് ട്രബിൾ കൺട്രോൾ ഉണ്ട്, മൈക്ക് വോളിയം കൺട്രോൾ ഉണ്ട്, എക്കോ വോളിയം കൺട്രോളിംഗ് ഉണ്ട്, പിന്നെ എൻകോഡർ വോളിയം കൺട്രോൾ, പിന്നെ റിമോട്ടും കൺട്രോളും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ബ്ലൂടൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പം മൈക്കിൻ്റെ 2 സോക്കറ്റ് ഇതിൽ വരുന്നുണ്ട്, കൂടാതെ എൻകോഡർ വോളിയം കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു റിമോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നമുക്കത് എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതിൽ റിമോട്ടിലെ ഫങ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ റിമോട്ട് ഇതാണ് വരുന്നത്. റിമോട്ടിൽ നോർമലി മ്യൂട്ട് ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്, പിന്നെ USB SD പെൻ ഡ്രൈവും മെമ്മറി കാർഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, പിന്നെ മോഡ് സ്വിച്ച് ഉണ്ട്, പിന്നെ റിപ്പീറ്റ് സ്വിച്ച് ഉണ്ട്, ഈക്വലൈസർ ഉണ്ട്, നെക്സ്റ്റ് വോളിയം മൈനസും പ്ലസ്സൊക്കെ ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള അത്ര സ്വിച്ച് തന്നെ വരുന്നുള്ളൂ. നമുക്കിനി ബോർഡിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നോക്കാം. അപ്പോൾ നമ്മളിത് ബോർഡ് ഇതാണ് വരുന്നത്. നമുക്കതിൽ USB SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, സാധാരണ വരുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബോർഡിൽ നമുക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന കണക്ഷൻ വന്നിട്ട് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻകോഡർ വോളിയം കൺട്രോളിലേക്കുള്ള കണക്ഷനാണ് ഇത്രയും വരുന്നത്. പിന്നെ ഇവിടെ മൈക്ക് പ്ലസും മൈനസാണ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് ഓക്സ് ഇൻപുട്ടാണ്, ഇത് ഓഡിയോ ഔട്ടാണ്. അപ്പോൾ സിമ്പിൾ കണക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ 5 വോൾട്ടിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് കണക്ഷനാണുള്ളത്. അപ്പോൾ നേരെ നമുക്കിതിൽ വരുന്ന IC ഒക്കെ കാണാം. ഒരു IC മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കണക്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. VDD എന്നുള്ളത് 5 വോൾട്ടാണ്. പിന്നെ ഗ്രൗണ്ടാണ് ഇവിടെ കാണുന്നത്, എർത്ത് കണക്ഷനാണ്, നെഗറ്റീവും പോസിറ്റീവാണ്. ഇതിലിപ്പോൾ സെൻറ്ററിൽ വരുന്ന ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഗ്രൗണ്ട് ഓക്സ് ലെഫ്റ്റ് ഓക്സ് റൈറ്റുമാണ് വന്നിട്ട്. അപ്പോൾ ഓക്സ് ലെഫ്റ്റ് റൈറ്റുമാണ് ഈ കാണുന്നത്. ഇത് ഓഡിയോ ഔട്ട് കണക്ഷനാണ്, അത് പ്രീ ഔട്ടാണ്. നമുക്ക് വലിയ ആംപ്ലിഫയറിലേക്കൊക്കെ കൊടുത്തിട്ട് വേണം ഇത് കേൾക്കാൻ. നേരെ സ്പീക്കറിലേക്ക് കൊടുത്താൽ കേൾക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ മൈക്കിൻ്റെ M+ കാണുന്നുണ്ട്, പിന്നെ M-, അത് മൈക്കിൻ്റെ പ്ലസും മൈനസാണ്. അപ്പോൾ പിന്നെ ഇവിടെ തൊട്ടുപുറ കാണുന്നത് PF4 ആണ്. അത് നമ്മളിതിൽ മൈക്കിൻ്റെ നെഗറ്റീവായിട്ട് ഷോർട്ട് ചെയ്യണം. M- PF4 ആയിട്ട് ഇവിടെ ഷോർട്ട് ചെയ്യണം. പിന്നെ നമുക്കിവിടെ ഗ്രൗണ്ട് PF3, PF5, പിന്നെ PF2 ആണ്. അപ്പോൾ ഇത്രയും കണക്ഷനാണ് നമ്മൾ എൻകൗണ്ടറിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എൻകൗണ്ടറിൽ ഓരോരോ കണക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എൻകൗണ്ടർ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 1 എന്നുള്ളതാണ്, ഇതാണ് ഒന്നാമത്തെ പിന്ന് വരുന്നത്. ഇത് രണ്ടാമത്തെ പിന്ന്, 3, 4, 5, അങ്ങനെ 5 പിന്നാണ് വരുന്നത്. അതുപോലെ 1, 2, 3, 4, 5, അങ്ങനെ 5 പിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ പിന്നും 4ാമത്തെ പിന്നും ഇത് രണ്ടും ഗ്രൗണ്ടാണ്. അതുപോലെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുക. നമ്മുടെ PCBയിലുള്ള ഗ്രൗണ്ട് എന്നുള്ളത് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ PF2, അതായത് രണ്ടാമത്തെ കണക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ കണക്ഷൻ ബോർഡിൽ PF2 എന്നുള്ള കണക്ഷൻ വന്നിട്ട് നമുക്ക് രണ്ടാമത്തേലേക്ക് കൊടുക്കുക. പിന്നെ PF3, അതായത് PF3യിലേക്കുള്ളത് ഇതാണ് വരുന്നത്. അപ്പോൾ PF3യിലേക്കുള്ള കണക്ഷൻ ഇവിടെ കൊടുക്കുക. പിന്നെ PF4 എന്നുള്ളത് ഓൾറെഡി നമ്മൾ PCBയിൽ മൈക്കിൻ്റെ നെഗറ്റീവായിട്ട് ഷോർട്ട് ചെയ്യണം. അപ്പോൾ മൈക്കിൻ്റെ നെഗറ്റീവായിട്ട് ഷോർട്ട് ചെയ്താൽ മാത്രമാണ് ഈ കൺട്രോൾ വർക്ക് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ കൂടാതെ നമുക്ക് പിന്നെ PF5 ആണ്. PF5 എന്നുള്ള ഈ ഒരു കണക്ഷൻ വരും. അപ്പോൾ ഈ 2 കണക്ഷനുകൾ തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് കൊടുക്കുകയാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ തമ്മിൽ ഷോർട്ട് ചെയ്യും, ഇത് തമ്മിൽ ഷോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് ഗ്രൗണ്ട് കൊടുത്തു. PF2, PF3, PF5, 4ഉം 1ഉം കൂടി ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻകൗണ്ടർ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്താൽ മാത്രമാണ് ഇത് വർക്കിംഗ് വരും. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ചും ഇതും കൂടി മൈക്രോ സ്വിച്ച് പോലെ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ടച്ചായി വരികയാണ് ചെയ്യുക. അപ്പോൾ വലത്തോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ടച്ചാവും. അങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഞെക്കുന്ന സമയത്ത് ഈ 2 സ്വിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൈക്രോ സ്വിച്ചിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ 3 മൈക്രോ സ്വിച്ച് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ഇങ്ങനത്തെ ഒരു കൺട്രോളിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ തിരിക്കാനുള്ളൊരു എളുപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
അപ്പോൾ അതിനുള്ള സ്വിച്ച് തന്നെയാണിത്. ഇതൊരു മൈക്രോ സ്വിച്ചാണ്, ഇതൊരു മൈക്രോ സ്വിച്ചാണ്, ഇതൊരു മൈക്രോ സ്വിച്ചാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ സംഭവം കണക്ഷനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നേരെ വരുന്നത് പിന്നെ മൈക്കിൻ്റെ കണക്ഷനാണ്. മൈക്കിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൽ അവിടെ ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ട്, കൂടാതെ മൈക്കിൻ്റെ പ്ലസ് കണക്ഷൻ ഉണ്ട്. ഇവിടെ മൈനസും കൊടുക്കുക, ഇവിടെ പ്ലസും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ മൈക്ക് നമുക്ക് നേരെ കണക്ട് ചെയ്യാം. അപ്പോൾ ആ കണക്ഷനൊക്കെ കൂടി നേരെ നമുക്കിവിടെ ഒന്നേക്കടെ കാണാം. പി സി ബിയിൽ കണ്ടില്ലേ, PF2 5 3 കണ്ട്. ഈ 4 മാത്രം ഈ മൈക്കിനോട് ചേർന്ന് കിടക്കണം. അതായത് 4 മൈക്കിനോട് ചേർന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. നമുക്കവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കണക്റ്റിംഗ് ഒക്കെയാണ്. നമുക്കിതിൻ്റെ വർക്കിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മളിവിടെ VDD ഗ്രൗണ്ട് ഉണ്ട്, അത് 5 വോൾട്ടിൻ്റെ കണക്ഷനാണിത്. അപ്പോൾ ചില ബോർഡിലൊക്കെ 12 വോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കരുത്, 5 വോൾട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ നേരെ 5 വോൾട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് ഒരു 1 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ആമ്പിയർ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കൂടാണ്ട് നമ്മളിവിടെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓഡിയോൻ്റെ ഒരു മൊഡ്യൂൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് നേരെ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ എടുത്തിട്ട് നമ്മൾ ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ട് നേരെ ഒരു ചെറിയൊരു സ്പീക്കറിലേക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഇതിന് വർക്കിംഗ് എന്നൊക്കെ. ഇതിലെന്തൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. അഡാപ്റ്റർ പവർ കൊടുത്തിട്ടുണ്ട്. Welcome to SAMCON. Bluetooth mode. ബ്ലൂടൂത്ത് മോഡ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ മോഡ് ഉണ്ടെന്ന് നോക്കാം. FM mode. FM ഉണ്ട്. Line E mode. ഓക്സ് ഉണ്ട്. Bluetooth mode. അപ്പോൾ ഇത്ര ഇൻപുട്ടാണ് നമുക്കിതിൽ വരുന്നത്. FM, ബ്ലൂടൂത്ത്, ഓക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഈ മോഡ് സ്വിച്ചിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓൺ ആവാൻ വേണ്ടിയിട്ട് കണ്ടോ, മൈക്ക് ഓൺ ആവാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മളവിടെ P4 എന്നുള്ള ഷോർട്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി മൈക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മൈക്ക് നമ്മളിവിടെ ജസ്റ്റ് ഞെക്കി പിടിച്ച് ഓണാക്കേണ്ട ആവശ്യമില്ല. മൈക്കിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മൈക്ക് ഓണായിരിക്കും. ഹലോ 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 ഹലോ. അപ്പോൾ നമുക്കൊരു എക്കോ ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. മൈക്ക് നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ ഡിലേ വരുന്നില്ല. അതായത് നമ്മളിപ്പോൾ പറയുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൈക്ക് കുഴപ്പമില്ല, നല്ല ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മൈക്കിൻ്റെ എക്കോ എന്തൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻകൗണ്ടർ ബോർഡ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാസ് ഇങ്ങനെ പ്ലസ് ചെയ്തിട്ട് 8 വരെ കൂട്ടാനും -8 വരെ കുറയ്ക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാസ് കൺട്രോൾ ഉണ്ട്. ഇവിടെ ട്രബിൾ ഉണ്ട്. ഇപ്പോൾ ട്രബിൾ കൺട്രോൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത് മൈക്കിൽ ഇത് ഓപ്ഷൻ വരില്ല കേട്ടോ. മൈക്കിൽ നോർമൽ ഔട്ട്പുട്ട് തന്നെയാണ് വരിക. ട്രബിളും ബാസൊന്നും കൺട്രോൾ ആവില്ല. അപ്പോൾ ബാസ്, ട്രബിള്, പിന്നെ എക്കോ നമുക്കിതിൽ പവർ കൊടുത്ത് അപ്പോൾ തന്നെ 15 വരുന്നത് കേട്ടോ. അപ്പോൾ എക്കോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15 വരുന്നുണ്ട്. നമുക്ക് എക്കോ കുറച്ച് തന്നെ കൊടുക്കണം. എക്കോ ഒരു 3-4 മതിയാവുന്നുള്ളൂ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നത്. എക്കോ 3-4 മതി. പിന്നെ നമുക്ക് എന്തോ ഓപ്ഷൻ ഉള്ളത് നോക്കാം. പിന്നെ മൈക്കിൻ്റെ വോളിയാണ് വരുന്നത്. മൈക്ക് വോളിയം 16 ഉണ്ട്. അങ്ങനെ 16 വരെ മൈക്കിൻ്റെ വോളിയം സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നോർമൽ വെറുതെ കൺട്രോൾ തിരിച്ചു കഴിഞ്ഞാൽ വോളിയം വരുന്നുണ്ട്. 50 ഒരു 3-4 പ്രാവശ്യം മാക്സിമം വോളിയം എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേൾക്കാനൊക്കെ. വോളിയം കുറയ്ക്കുമ്പോൾ അത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വോളിയം നമുക്ക് 0ലേക്ക് വെച്ച് നോക്കാം. മിനിമം വോളിയം 3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു വർക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ സ്കാനിങ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇത് ഓണാണ്. പി ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരോക്കെ ഇട്ട് പാടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കരോക്കെ നമുക്ക് അവിടെ മ്യൂട്ടായിട്ട് ഇങ്ങനെ വോളിയം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആയി കിട്ടും. ആ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ നോക്കുമ്പോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ കിട്ടുന്നില്ല. ഇതിൽ പിന്നെ മൈക്ക് ഓൺ ഓഫും പിന്നെ സ്കാനിങ് സ്വിച്ച് ഞെക്കി പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനും അല്ലാണ്ട്
റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞ ബോർഡുകളിലൊക്കെ റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്, പക്ഷേ അതിൽ ഡിലേ വരുന്നുണ്ട്. അതായത് നമ്മൾ മൈക്കിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം നേരം കഴിഞ്ഞിട്ടായിരിക്കും അപ്പുറത്ത് ഹലോ എന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് സംസാരിക്കുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിൽ കേൾക്കാൻ പറയാനൊക്കെ. അപ്പോൾ കുറഞ്ഞ ബോർഡിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബോർഡിനെ അപേക്ഷിച്ച് നമുക്കിൽ റെക്കോർഡിങ് കുറവുണ്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാണ്ട് നമുക്കൊരു ബോർഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കുറഞ്ഞ ബോർഡ് വരുന്നത്. ഇതിൽ നമുക്ക് മൈക്കിൻ്റെ കണക്ഷൻ ഉണ്ട്, വിലയും കുറവാണ്, പക്ഷേ അതേപോലെ എക്കോയ്ക്ക് ഭയങ്കര ഡിലേ വരുന്നുണ്ട്. ഓപ്ഷൻ റെക്കോർഡിങ് ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ബോർഡാണ്, മറ്റേത് ഈ പറഞ്ഞ സ്പെയറും കാര്യങ്ങളൊക്കെ വരുന്ന ബോർഡാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇതിൽ ചെറിയൊരു IC മാത്രമാണ് വരുന്നത്, മറ്റേതിനെ അപേക്ഷിച്ച് ഈ ഒരു IC മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ICൻ്റെ ഒരു വ്യത്യാസമാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതലേ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിപ്പോഴാണ് ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് ഈ ബോർഡിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ബോർഡൊക്കെ തന്നെയാണ്. മൈക്കിനാണെങ്കിലും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, നല്ലോണം ക്യാച്ച് ചെയ്യുന്നുണ്ട് സൗണ്ടൊക്കെ. അപ്പോൾ മൈക്ക് നമുക്ക് ഒന്നുകൂടി ഓണാക്കി നോക്കാം. ഹലോ 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 ഹലോ. അപ്പോൾ കുഴപ്പമില്ലാതെ വർക്കിംഗ് കിട്ടുന്നുണ്ട്. ഹലോ 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 ഹലോ. നമുക്കിതിൽ എക്കോ ഒന്ന് കൂട്ടി നോക്കാം. ഹലോ 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 ഹലോ. ഇപ്പോൾ 1 എക്കോ, ഇപ്പോൾ 2, 3. ഹലോ 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 ഹലോ. ഇപ്പോൾ 12 എക്കോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ നല്ല എക്കോ കിട്ടുന്നത്. നമുക്ക് ഓവർ എക്കോൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് മാക്സിമം നമുക്കൊരു 3-4 എക്കോ ഇട്ടാലാണ് കറക്റ്റ് വർക്കിംഗ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഹോം തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബോർഡ് മാറ്റിയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപ്ലിഫയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബോർഡ് കയറ്റാം. അത് സിമ്പിളായിട്ട് തന്നെ മൈക്കിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ മൈക്ക് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഹോം തിയേറ്ററിലോ പഴയ ആംപ്ലിഫയറിലൊക്കെ നമുക്ക് ബോർഡ് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലും ഡീറ്റെയിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.